വെൽക്കം ടു TFT. ഒരിക്കൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ കാറിൽ യാത്ര ചെയ്യുമായിരുന്നു. ഈസ് എ ബിസിനസ് മാൻ, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മാനേജർ ഫോൺ ചെയ്തു. ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് നേരം സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹം കുറച്ച് മൂഡ് ഔട്ടായി. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം. അപ്പം ബിസിനസ്സിലെ കുറച്ച് ടെൻഷൻസിനെ കുറിച്ച് അദ്ദേഹം ഷെയർ ചെയ്തു എന്നോട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ആ വിളിച്ച മാനേജർ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ എന്താ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ സുഹൃത്ത് പറയുക, അവനെന്താ പ്രശ്നം, അവനൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ഈസ് ജസ്റ്റ് ദ മാനേജർ. അല്ലെങ്കിൽ അവൻ മാനേജർ എന്ന് മാത്രമല്ല ഉള്ളൂ, ഞാനല്ല എൻ്റെ ഓണർ. നഷ്ടം മുഴുവൻ സംഭവിക്കുന്നത് എനിക്കല്ലേ, ടെൻഷൻ മുഴുവൻ എനിക്കല്ലേ. മാനേജർക്ക് തന്നെ ടെൻഷൻ, അവന് ജോലി ചെയ്യുക, കാര്യങ്ങൾ മാനേജ് ചെയ്യുക, ശമ്പളം മേടിക്കുക, അല്ലാതെ അവനെന്താ പ്രശ്നം. ഇത് വലിയൊരു ഒരു മർമ്മമായിട്ട് എനിക്ക് തോന്നി. ഞാൻ അദ്ദേഹമായിട്ട് തുറന്ന് സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്, താങ്കളിപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളും ഇങ്ങനെ തന്നെ ആയിരിക്കണം. പലപ്പോഴും നമ്മളൊക്കെ അറിയാം, നമ്മുടെ സാധാരണ നമുക്ക് പറ്റുന്ന കാര്യം, നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ ഭയങ്കര ഭാരപ്പെടുന്നവരാ. അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് ഭാരപ്പെടാൻ, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ച് നമുക്ക് വലിയ ഭാരം ഉണ്ടാവും. പക്ഷേ ബൈബിൾ പറയുന്നത് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ജീവിത പങ്കാളി ദൈവത്തിൻ്റെ ദാനമാണ്, നമ്മുടെ സമ്പത്ത് അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഇതെല്ലാം ദാനമായിരിക്കെ അല്ല എന്ന മട്ടിൽ, ഇതെല്ലാം ഞാൻ നേടിയെടുത്താണെന്നുള്ള മട്ടിൽ എൻ്റെ മനോഭാവം അതാകുമ്പോൾ എൻ്റെ ഭാരം കൂടും. എനിക്കന്ന് ബോധ്യപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ കർത്താവാണ്. ഞാനോ ഐ എം ജസ്റ്റ് എ മാനേജർ. കാര്യങ്ങൾ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. പിതാവായ ദൈവം ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് മാനേജ് ചെയ്യാൻ വിശ്വസ്തതയുള്ളൊരു മാനേജറെ ഏൽപ്പിക്കുന്ന പോലെ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ബിസിനസ്, എൻ്റെ സമ്പത്ത്, ഇത് മുഴുവൻ മാനേജ് ചെയ്യാൻ ഐ ആം ജസ്റ്റ് ദ മാനേജർ. ഞാനതിൻ്റെ ഓണറാകുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മാനേജർ ഓണറാകാൻ നിൽക്കരുത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെ മുഴുവൻ കർത്താവ് അല്ലെങ്കിൽ ഉടമസ്ഥൻ, അല്ലെങ്കിൽ അതിൻ്റെ ലോഡ്ഷിപ്പ്, അതിൻ്റെ കർത്തൃത്വം കർത്താവിനെ. അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട് കഴിഞ്ഞാൽ എൻ്റെ സകല കാര്യങ്ങളുടെയും കർത്തൃത്വം, ലോഡ്ഷിപ്പ്, അതിൻ്റെ ഉടമസ്ഥാവകാശം യേശു ക്രിസ്തുവിൻ്റെതാണ്. ഞാൻ എൻ്റെ മാനേജരാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരാമെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അത്. നമ്മുടെ ഭാരങ്ങളങ്ങ് മാറും. നമ്മുടെ ആകുലതകളുണ്ടല്ലോ, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള വറീസ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് വറീസ് വരുന്നതെന്നറിയാമോ? ആ ഉടമസ്ഥനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്, അല്ല ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. ഉടമസ്ഥാവകാശം ഞാൻ കയറി എടുക്കുന്നത് കൊണ്ടാണ്. മാനേജർ ഉടമസ്ഥനാകേണ്ട ആവശ്യമില്ല. മാനേജർ മാനേജരാണ്. ഉടമസ്ഥനും ഉടമസ്ഥൻ അറിയാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. എൻ്റെ ഭാര്യയെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചും ബെസ്റ്റായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഉടമസ്ഥൻ അറിയാം. ഞാൻ അതിൻ്റെ കൂടെ നിന്നു കൊടുത്തേച്ചാൽ മതി. എൻ്റെ ആശ്രയം മുഴുവൻ കർത്താവിലായിരിക്കണം. അവനതിൻ്റെ ലോഡ്ഷിപ്പ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ വർക്ക് ചെയ്താൽ മതി. ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ബോധ്യം, ഞാൻ മാനേജറാണെന്നുള്ള ബോധ്യം
നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കയറ്റാമെങ്കിൽ യു വിൽ സീ വണ്ടേഴ്സ് ഇൻ യുവർ ലൈഫ്. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം റാന്നിയിൽ നിന്നും. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.